എനിക്ക് പ്രായത്തിൽ കുറഞ്ഞ കാമുകന്മാരൊക്കെയാണ്. പ്രായത്തിൽ മുതിർന്നവരും ഉണ്ടായിരുന്നു, പ്രായത്തിൽ കുറഞ്ഞവരും ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രേമമൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു പ്രത്യേക ഒരുതരം ജീവിയാ. എനിക്ക് ഭയങ്കര ഈഗോയാ ഞാന്. പക്ഷെ ഇവരൊക്കെ എന്താന്ന് എന്നെ ഇഷ്ടപ്പെടുന്നത്, ഞാൻ ഭയങ്കര സൈലന്റ് ആയിരുന്നു. എല്ലാ പുരുഷന്മാർക്കും അങ്ങനെയാ. ഈ സൈലന്റ് ആയിട്ടുള്ള നിഷ്കളങ്കയായ പെൺപിള്ളേരെ കാണുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവാണ് പുരുഷന്മാര്. എന്നിലെ ആ ഭാവമാണ് എല്ലാവർക്കും ഇഷ്ടം. ആകെ ഒരു പാട്ട്. ഞാൻ എന്ത് ചെയ്യാന്? എല്ലാവരും പറയുന്നത് നിന്നെ ഏതൊരാണും ഇഷ്ടപ്പെടും, നീ തനിയൊരു പെണ്ണാണെന്ന്. വേറെ ഒന്നുമല്ല, ഞാൻ എന്ത് ചെയ്യാനാ? നിഷ്കളങ്കയാണ്, പാവമാണ് എന്നൊക്കെ. നാഗ അമ്മ സംഘടനയിലെ കിണ്ടാട്ടി മുട്ടിച്ച് കളിയെപ്പറ്റി. നാഗ്, ഞാൻ മാത്യു. സ്ക്രീൻ നെയിം ജീവൻ. മിസ്റ്റർ മാത്യു ക്രിസ്തുരാജ് ജെറോം. മാത്യു ക്രിസ്തുരാജ് ജെറോം, നല്ല പേരൊക്കെയാ. 10 രൂപ ഇങ്ങോട്ട് വന്നുള്ളൂ. എന്നാലും വേണ്ടില്ല, അത്ര ഇങ്ങനെ തരാൻ മനസ്സുണ്ടാവില്ല, ഹൃദയശുദ്ധി ഉണ്ടാവില്ല. മനസ്സല്ല, ടൈപ്പ് ചെയ്ത് അത്രയെങ്കിലും കിട്ടില്ലേ. അപ്പൊ പേരൊക്കെ നല്ല ഉഗ്രൻ പേരാണ്. മിസ്റ്റർ മാത്യു ക്രിസ്തുരാജ് ജെറോം. ഇനി നമുക്ക് 10 നിന്ന് 1000 രൂപയിലേക്കൊക്കെ പോകണം കേട്ടോ. ഒട്ടും പൈസ കുറയ്ക്കരുത്, കൂട്ടണം. നമ്മുടെ ബാങ്കും ദാരിദ്ര്യവും ഒക്കെ ഒന്ന് കൂടണം കേട്ടോ. നമുക്ക് എപ്പോഴും ബാങ്കിൽ ഇന്ന് എൻ്റെ ബാങ്ക് കളിക്കാർക്കൊക്കെ എനിക്ക് കിട്ടിയാലല്ല അവർക്കും കൊടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് ആദ്യം പൈസ ഒന്നും ആവട്ടെ. അപ്പോഴേ 40 ലക്ഷം കടവാണെന്ന് ക്രിസ്തു. 40 ലക്ഷം കടവാണെന്നു. അതൊക്കെ പെട്ടെന്ന് വീട്ടാവല്ലോ. മാറ്റി ഒന്ന് മനസ്സ് വെച്ചാൽ ഇന്ന് തന്നെ നമുക്ക് 40 ലക്ഷം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഒരുത്തൻ ചതിച്ചു, നല്ല കാര്യം. അവന്റെ ആ ചതി ഏറ്റതുകൊണ്ട് നമുക്ക് കാര്യവും ഉണ്ടാവുള്ളൂ. ചതിയൊക്കെ നല്ലതാ. ഒരു വട്ടം ആരെങ്കിലും ഒക്കെ നമ്മളെ ഒന്ന് ചതിക്കുന്നത് നല്ലതാ. നല്ല വളമാണ് ചതിയും വഞ്ചനയൊക്കെ. തോന്നുമോ മാറ്റി ഒന്ന് ചതിച്ചെന്ന്? അത് തോന്നല. ആ ചതിയിൽ നിന്നൊക്കെ നമുക്ക് കീറി വരണം. മനസ്സിലായോ? അപ്പൊ അവരോട് ഞാൻ ചോദിക്കുവാണെങ്കിൽ അവര് പറയും മാത്യു അവരെ ചതിച്ചു എന്ന് പറയും. ഇപ്പോഴും മൊത്തം കടത്തിലാണെന്ന്. കുഴപ്പമില്ല, വിഷമിക്കണ്ട. കടം നമുക്ക് വീട്ടാവുന്നതേ ഉള്ളൂ. മാത്യു ഒന്ന് മനസ്സ് വെച്ചാൽ മതി. മാത്യു ഒന്ന് മനസ്സ് വെച്ചാൽ മതി. നമുക്ക് കടം വീട്ടാവുന്നതേ ഉള്ളൂ. മനസ്സിലായോ? മാത്യുവിന് പറ്റും. ഒന്ന് കാണാൻ ആഗ്രഹമുണ്ടെന്ന്. എന്നെ കണ്ടോണ്ടിരിക്കുകയല്ലേ.
ഞാനും മാത്യുവും കൂടി ഇവിടെ പ്രേമിക്കുവാണ്. ഞങ്ങൾ രണ്ടുപേരും ഒന്ന് പ്രേമ സല്ലാപം മാറ്റട്ടെ. മാത്യുവിനെ ഞാൻ എൻ്റെ വലയിലേക്ക് ഒന്ന് വളച്ചെടുക്കുവാണ്. നിങ്ങൾ ആരും വേണ്ടരുത്. മാത്യു ഞാനും കൂടെ ഇവിടെ പ്രണയത്തിന്റെ തീച്ചൂളയിൽ അകപ്പെട്ട് ഊർജം കൈമാറുക. എങ്കിൽ പോയോ മാത്യു? മാത്യു പോയോ? മാത്യു ഓടി, ജീവനും കൊണ്ട് ഓടി. ഒരുത്തന്റെ കയ്യിൽ നിന്ന് കടവും ചതിയും അനുഭവിച്ച ഇങ്ങോട്ട് വന്നത്. മാത്യു ഇപ്പൊ പറയാ, എന്റെ പൊന്നോ, ഒരുത്തന്റെ കയ്യിൽ നിന്ന് യുവാക്കളുടെ ഹരമാണ് നാഗ. ബിജോയ് ജോസ് പറയുന്ന. ആയിക്കോട്ടെ. മാത്യു ഇപ്പൊ പറയാ, ഒരുത്തൻ ചതിച്ചു വഞ്ചിച്ചു കടവാന്ന് പറഞ്ഞോണ്ടാ ഞാൻ നാഗയുടെ അടുത്തേക്ക് വന്നെ. നാഗ എന്നൊരു എന്റെ പൊന്നു മാത്യു, നിങ്ങൾ പേടിക്കണ്ട, മനസ്സിലായോ? ഞാൻ നിങ്ങളെ ചതിക്കാനും വഞ്ചിക്കാനും ഒന്നും വരില്ല. എനിക്ക് അത് അറിയില്ലടോ. ലൈവിൽ കൂടെ അല്ലേ ഇപ്പൊ ഇതെല്ലാം പറയുന്നത്. ഇത് ലക്ഷം ആൾക്കാർ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു ഷോയാണ്. ഷോയല്ല, റിയാലിറ്റിയാണ്.